ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും മനീഷ് ലേണിംഗ് BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രസതന്ത്രം എന്നുള്ള ഭാഗത്തിലെ LDC സിലബസിലെ രസതന്ത്രം എന്നുള്ള ഭാഗത്തിലെ ആസിഡുകളും ആൽക്കലികളുമായി ബന്ധപ്പെട്ട് PSCയിൽ ചോദിക്കാൻ ചാൻസുള്ള, അതായത് ആസിഡുകളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. വരുന്ന എക്സാമുകളിൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് നോക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ പോയിന്റ്, എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്ന മൂലകം ഏത്? ഹൈഡ്രജൻ. എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ. അടുത്തത്, സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? സൾഫ്യൂരിക് ആസിഡ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. അടുത്തത്, രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത്? സൾഫ്യൂരിക് ആസിഡ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡും അതുപോലെ തന്നെ രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡും സൾഫ്യൂരിക് ആസിഡാണ്. അടുത്തത്, സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അടുത്തത്, സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്നത് ഏത്? നൈട്രിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. അടുത്തത്, ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ഏത്? സൾഫ്യൂരിക് ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്ന ആസിഡ് നൈട്രിക് ആസിഡാണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ്. അടുത്തത്, വിറ്റാമിനുകളിൽ വരുന്ന ആസിഡാണ്. വിറ്റാമിൻ B3യിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? നിക്കോട്ടിനിക് ആസിഡ്. വിറ്റാമിൻ B3യിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് നിക്കോട്ടിനിക് ആസിഡ്. അടുത്തത്, വിറ്റാമിൻ B5ൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? പാൻറ്റോതെനിക് ആസിഡ്. വിറ്റാമിൻ B5ൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് പാൻറ്റോതെനിക് ആസിഡ്. അടുത്തത്, വിറ്റാമിൻ B9ൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഫോളിക് ആസിഡ്. വിറ്റാമിൻ B9ൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോളിക് ആസിഡാണ്. വിറ്റാമിൻ B3യിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് നിക്കോട്ടിനിക് ആസിഡ്. വിറ്റാമിൻ B5ൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് പാൻറ്റോതെനിക് ആസിഡ്. വിറ്റാമിൻ B9ൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോളിക് ആസിഡ്. അടുത്തത്, ദഹനത്തിന് സഹായിക്കുന്ന ആസിഡ് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതായത് മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ദഹനത്തിന് സഹായിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അടുത്തത്, മനുഷ്യൻ്റെ പേശികളിലുള്ള ആസിഡ് ഏത്? ലാക്റ്റിക് ആസിഡ്. മനുഷ്യൻ്റെ പേശികളിലുള്ള ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ഹിപ്നോട്ടിസത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? ബാർബിറ്റ്യൂറിക് ആസിഡ്. ഹിപ്നോട്ടിസത്തിന് ഉപയോഗിക്കുന്ന ആസിഡാണ് ബാർബിറ്റ്യൂറിക് ആസിഡ്. അടുത്തത്, വായുവിൽ പുകയുന്ന ആസിഡ് ഏത്? നൈട്രിക് ആസിഡ്. വായുവിൽ പുകയുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. അടുത്തത്, ഏറ്റവും ഉദാസീനമായ ആസിഡ് ഏത്? പ്രൂസിക് ആസിഡ്. ഏറ്റവും ഉദാസീനമായ ആസിഡാണ് പ്രൂസിക് ആസിഡ്. അടുത്തത്, ഏറ്റവും ക്രിയാശീലം കൂടിയ ആസിഡ് ഏത്? പെർക്ലോറിക് ആസിഡ്. ഏറ്റവും ക്രിയാശീലം കൂടിയ ആസിഡാണ് പെർക്ലോറിക് ആസിഡ്. അടുത്തത്, സൾഫ്യൂരിക് ആസിഡിൻ്റെ മേഘപടലങ്ങൾ കാണപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. സൾഫ്യൂരിക് ആസിഡിൻ്റെ മേഘപടലങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ശുക്രനാണ്. അടുത്തത്, ഗ്ലാസ് കുപ്പികളിൽ സൂക്ഷിക്കാത്ത ആസിഡ് ഏത്? ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ഗ്ലാസ് കുപ്പികളിൽ സൂക്ഷിക്കാത്ത ആസിഡാണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. അടുത്തത്, രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്ന ആസിഡ് ഏത്? അക്വറേജിയ. രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്ന ആസിഡാണ് അക്വറേജിയ, അല്ലെങ്കിൽ ദ്രാവകമാണ് അക്വറേജിയ. അടുത്തത്, ഹൈഡ്രജൻ ഇല്ലാത്ത ആസിഡുകൾ അറിയപ്പെടുന്നത് ലൂയിസ് ആസിഡുകൾ എന്നാണ്. ഹൈഡ്രജൻ ഇല്ലാത്ത ആസിഡുകളാണ് ലൂയിസ് ആസിഡുകൾ. അടുത്തത്, കാർബൺ ഇല്ലാത്ത ആസിഡുകൾ അറിയപ്പെടുന്നത് മിനറൽ ആസിഡുകൾ എന്നാണ്. കാർബൺ ഇല്ലാത്ത ആസിഡുകളാണ് മിനറൽ ആസിഡുകൾ. അടുത്തത്, കാർബൺ ഉള്ള ആസിഡുകൾ അറിയപ്പെടുന്നത് ഓർഗാനിക് ആസിഡുകൾ എന്നാണ്. കാർബൺ ഉള്ള ആസിഡുകളാണ് ഓർഗാനിക് ആസിഡുകൾ. ഹൈഡ്രജൻ ഇല്ലാത്ത ആസിഡുകൾ ലൂയിസ് ആസിഡുകളാണ്. കാർബൺ ഇല്ലാത്ത ആസിഡുകൾ മിനറൽ ആസിഡുകളാണ്. കാർബൺ ഉള്ള ആസിഡുകൾ ഓർഗാനിക് ആസിഡുകളാണ്. അടുത്തത്, മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അടുത്തത്, ഓക്സിജൻ ഇല്ലാത്ത ഒരു ആസിഡ് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്സിജൻ ഇല്ലാത്ത ആസിഡ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അടുത്തത്, ഡിറ്റർജൻറ്റുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? സൾഫ്യൂരിക് ആസിഡ്. ഡിറ്റർജൻറ്റുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. അടുത്തത്, എണ്ണ ശുദ്ധീകരണശാലകളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? സൾഫ്യൂരിക് ആസിഡ്. എണ്ണ ശുദ്ധീകരണശാലകളിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. അടുത്തത്,
വ്യാവസായിക ശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങൾ നിർവീര്യമാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? സൾഫ്യൂരിക് ആസിഡ്. വ്യാവസായിക ശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങൾ നിർവീര്യമാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. അതുപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്ന ആസിഡ് എന്നറിയപ്പെടുന്നതും സൾഫ്യൂരിക് ആസിഡാണ്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എണ്ണ ശുദ്ധീകരണ ശാലകളിൽ ഉപയോഗിക്കുന്ന ആസിഡ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. അതുപോലെ തന്നെ വ്യാവസായിക ശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങൾ നിർവീര്യമാക്കുന്നതിന് ഉപയോഗിക്കുന്ന ആസിഡും സൾഫ്യൂരിക് ആസിഡാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിർമ്മിക്കപ്പെടുന്ന ആസിഡ് എന്നറിയപ്പെടുന്നതും സൾഫ്യൂരിക് ആസിഡാണ്. അടുത്തത് അക്വാഫോർട്ടിക് എന്നറിയപ്പെടുന്ന ആസിഡ് ഏത്? നൈട്രിക് ആസിഡ്. അക്വാഫോർട്ടിക് എന്നറിയപ്പെടുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. അടുത്തത് പ്രോട്ടീൻ ടെസ്റ്റ് നടത്താൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? നൈട്രിക് ആസിഡ്. പ്രോട്ടീൻ ടെസ്റ്റ് നടത്താൻ ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. അടുത്തത് സ്വർണത്തിൻ്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? നൈട്രിക് ആസിഡ്. സ്വർണത്തിൻ്റെ ശുദ്ധത അല്ലെങ്കിൽ പ്യൂരിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. അക്വാഫോർട്ടിക് എന്നറിയപ്പെടുന്ന ആസിഡും നൈട്രിക് ആസിഡാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ ടെസ്റ്റ് നടത്താൻ ഉപയോഗിക്കുന്ന ആസിഡ്, സ്വർണത്തിൻ്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് എന്നിവയെല്ലാം നൈട്രിക് ആസിഡാണ്. അടുത്തത് സോഫ്റ്റ് ഡ്രിങ്കിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? ഫോസ്ഫോറിക് ആസിഡ്. സോഫ്റ്റ് ഡ്രിങ്കുകളിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോസ്ഫോറിക് ആസിഡ്. പല്ലിൻ്റെ ഇനാമലിനെ ദഹിപ്പിക്കുന്ന ആസിഡ് ഏത്? ഫോസ്ഫോറിക് ആസിഡ്. പല്ലിൻ്റെ ഇനാമലിനെ ദഹിപ്പിക്കുന്ന ആസിഡ് എന്നറിയപ്പെടുന്നത് ഫോസ്ഫോറിക് ആസിഡാണ്. സോഫ്റ്റ് ഡ്രിങ്കുകളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഫോസ്ഫോറിക് ആസിഡ്. അതുപോലെ തന്നെ പല്ലിൻ്റെ ഇനാമലിനെ ദഹിപ്പിക്കുന്ന ആസിഡും ഫോസ്ഫോറിക് ആസിഡാണ്. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സോഫ്റ്റ് ഡ്രിങ്കുകൾ കുടിച്ചു കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇനാമൽ നഷ്ടമാകും. അടുത്തത് ലോകത്തിലെ ഏറ്റവും പഴയ ആസിഡ് ഏത്? അസറ്റിക് ആസിഡ്. ലോകത്തിലെ ഏറ്റവും പഴയ ആസിഡ് എന്നറിയപ്പെടുന്നത് അസറ്റിക് ആസിഡാണ്. അടുത്തത് എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏത്? അസറ്റിക് ആസിഡ്. എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. അടുത്തത് കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ആസിഡ് ഏത്? അസറ്റിക് ആസിഡ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ആസിഡാണ് അസറ്റിക് ആസിഡ്. അടുത്തത് അച്ചാറുകളിൽ പ്രിസർവേറ്റീവായി ചേർക്കുന്ന ആസിഡ് ഏത്? അസറ്റിക് ആസിഡ്. അച്ചാറുകളിൽ പ്രിസർവേറ്റീവായി ചേർക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. വിനാഗിരിയാണ് അച്ചാറുകൾ കേടുവരാതിരിക്കാൻ വേണ്ടി പ്രിസർവേറ്റീവായി ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാലും അസറ്റിക് ആസിഡാണ്. ലോകത്തിലെ ഏറ്റവും പഴയ ആസിഡ് എന്നറിയപ്പെടുന്നത് അസറ്റിക് ആസിഡാണ്. അതായത് ആദ്യമായി കണ്ടുപിടിച്ച ആസിഡ് എന്നറിയപ്പെടുന്നത് അസറ്റിക് ആസിഡാണ്. എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നതും അസറ്റിക് ആസിഡ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ആസിഡ് എന്നറിയപ്പെടുന്നതും അസറ്റിക് ആസിഡാണ്. അച്ചാറുകളിൽ പ്രിസർവേറ്റീവായി ചേർക്കുന്ന ആസിഡ് എന്നറിയപ്പെടുന്നതും അസറ്റിക് ആസിഡാണ്. അടുത്തത് മെഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏത്? ഫോമിക് ആസിഡ്. നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് അസറ്റിക് ആസിഡാണ്. ഇത് മെഥനോയിക് ആസിഡാണ്. ഓക്കെ, മെഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡ് ഫോമിക് ആസിഡ്. അടുത്തത് കന്നുകാലി തീറ്റകളിൽ രോഗപ്രതിരോധത്തിന് ചേർക്കുന്ന ആസിഡ് ഏത്? ഫോമിക് ആസിഡ്. കന്നുകാലി തീറ്റകളിൽ രോഗപ്രതിരോധത്തിന് ചേർക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. അടുത്തത് റബ്ബർ പാലിനെ ഘനീഭവിപ്പിക്കാൻ ആവശ്യമായ ആസിഡ് ഏത്? ഫോമിക് ആസിഡ്. റബ്ബർ പാലിനെ ഘനീഭവിപ്പിക്കാൻ ആവശ്യമായ ആസിഡാണ് ഫോമിക് ആസിഡ്. മെഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡ് കന്നുകാലി തീറ്റകളിൽ രോഗപ്രതിരോധത്തിന് ചേർക്കുന്ന ആസിഡ്, അതുപോലെ തന്നെ റബ്ബർ പാലിനെ ഘനീഭവിപ്പിക്കാൻ ആവശ്യമായ ആസിഡും ഫോമിക് ആസിഡാണ്. അടുത്തത് ഡയനാമൈറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? സൾഫ്യൂരിക് ആസിഡ്. ഡയനാമൈറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. അടുത്തത് അണുബാധ, ക്ഷതം ഇവയുണ്ടാവുമ്പോൾ സസ്യങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ആസിഡ് ഏത്? ജാസ്മോണിക് ആസിഡ്. അണുബാധയും ക്ഷതവും ഉണ്ടാകുമ്പോൾ സസ്യങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ആസിഡാണ് ജാസ്മോണിക് ആസിഡ്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, സസ്യങ്ങളുടെ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാലും ജാസ്മോണിക് ആസിഡാണ്. ഈ അണുബാധയും ക്ഷതവും ഒക്കെ ഏൽക്കുന്ന സമയത്താണ് സസ്യങ്ങൾ കണ്ണുനീര് പുറപ്പെടുവിക്കുന്നത്. ആ സമയത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്ന ആസിഡാണ് ജാസ്മോണിക് ആസിഡ്. അടുത്തത് ഐ വാഷ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏത്? ബോറിക് ആസിഡ്. ഐ വാഷ് എന്നറിയപ്പെടുന്ന ആസിഡാണ് ബോറിക് ആസിഡ്. അടുത്തത് സോഡാജലത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? കാർബോണിക് ആസിഡ്. സോഡാജലത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, അതായത് സോഡ പൊട്ടിക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോവുകയാണ്, അതുകൊണ്ട് അത് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. കാർബോണിക് ആസിഡ് സോഡാജലത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് കാർബോണിക് ആസിഡ്. അടുത്തത് വസ്ത്രത്തിലെ കറ കളയുന്ന ആസിഡ് ഏത്? ഓക്സാലിക് ആസിഡ്. വസ്ത്രത്തിലെ കറ കളയുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡ്. അടുത്തത് പാകമായ ഫലങ്ങളും ഇലകളും കൊഴിയാൻ കാരണമായ ആസിഡ് ഏത്? അബ്സസിക് ആസിഡ്. പാകമായ ഫലങ്ങളും ഇലകളും കൊഴിയാൻ കാരണമായ ആസിഡാണ് അബ്സസിക് ആസിഡ്. അടുത്തത് ശരീരത്തിൽ രക്തത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകം ഏത്? ഫോളിക് ആസിഡ്.
ശരീരത്തിൽ രക്തത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകം അല്ലെങ്കിൽ ആസിഡാണ് ഫോളിക് ആസിഡ്. അടുത്തത് ഏറ്റവും ലഘുവായ അമിനോ ആസിഡ് ഏത്? ഗ്ലൈസിൻ. ഏറ്റവും ലഘുവായ അമിനോ ആസിഡാണ് ഗ്ലൈസിൻ. അടുത്തത് റോക്കറ്റുകളിലെ ഇന്ധനത്തിൽ ഓക്സിലേറ്ററുകളായി ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? നൈട്രിക് ആസിഡ്. റോക്കറ്റുകളിലെ ഇന്ധനത്തിൽ ഓക്സിലേറ്ററുകളായി ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് രസതന്ത്രവുമായി ബന്ധപ്പെട്ട് ആസിഡുകളും ആൽക്കലികളും എന്നുള്ള ഭാഗത്തിലെ ആസിഡുകളുമായി PSCയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.